ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ഇന്ന് യദുക്കുട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ഒക്ടോബർ 2-ാം തീയതിയാണ് കേട്ടോ, ഗാന്ധി ജയന്തിയുടെ അന്നാണ് കേട്ടോ യദുമോൻ ജനിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് ബർത്ത്ഡേ ചെറിയൊരു രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. സോ നമ്മൾ ഈ ഒരു കോസ്റ്റ്യൂം കാണുമ്പോൾ തന്നെ നമ്മളെ കോസ്റ്റ്യൂമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. നമ്മൾ രാവിലെ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു വീഡിയോ പോലെ ഞാൻ എടുത്തിരുന്നത്. പിന്നെയാണ് നമ്മളെ വീടിൻ്റെ അപ്പുറത്തൊരു വീട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. സോ അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിലാണ് പോയത്. അമ്പലത്തിൽ രാവിലെ പോയി തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയതിന് ശേഷം നമ്മൾ അവിടുത്തെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ യദുമോനെ അവിടെ ആക്കിയായിരുന്നു കേട്ടോ. അവൻ കുറച്ച് നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് വെച്ച് തറയിലോട്ടാക്കിയപ്പോൾ അവൻ നടന്ന് പോകുന്നുണ്ട്. അവൻ ഏകദേശം തന്നെ നല്ലോണം നടക്കുന്നുണ്ട്. പിന്നെ നടന്ന് പോയിട്ട് അവൻ വീഴാനായിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ അങ്ങോട്ട് പോയെങ്കിൽ തന്നെ അവൻ്റെ ചെരുപ്പ് എടുക്കാനായിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് ചേട്ടൻ ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ട് ചെന്നതിന് ശേഷം നമ്മൾ ജോയിൻ ചെയ്ത് നമ്മൾ ഫാമിലി എല്ലാവരുമായിട്ടുള്ള ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഒരു 10:30 ആയപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഈ ഡെക്കറേറ്റ് ചെയ്ത ഈ ഒരു ഐറ്റംസ് എല്ലാം തന്നെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഡെക്കറേറ്റ് ചെയ്യുന്ന ഈ ഒരു ഐറ്റംസിനോടൊപ്പം തന്നെ ബലൂണും അതുപോലെ തന്നെ സീബ്ര, പൂച്ച അങ്ങനെയുള്ള കുറച്ച് ആനിമൽസിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ബലൂൺ പോലുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇത് ചേട്ടനും പിള്ളേരെല്ലാവരും കൂടെ ചേർന്ന് അത് ഊതി പെരുപ്പിച്ച് ഇങ്ങനെ ഭിത്തിയിൽ ഒട്ടിച്ച് വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അമ്പലത്തിൽ നിന്ന് വന്നതിന് ശേഷം നമ്മളെ വേഷമൊക്കെ മാറിയിട്ട് യദുമോന് ഫ്രീ ആയിട്ട് നമ്മൾ അങ്ങോട്ടൊക്കെ വിട്ടു കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് യദുമോനെ ഫ്രീ ആയിട്ട് അങ്ങോട്ട് വെച്ച്. പിന്നെ അഭിമോനും പിള്ളേരെല്ലാവരും കൂടെ ചേർന്ന് ബലൂൺ നല്ല രീതിയിൽ പെരുപ്പിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പെരുപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു കുഴൽ പോലെ ഇരിക്കുന്ന സംഭവം നമുക്ക് ഈ ഒരു ഐറ്റംസിനോടൊപ്പം കിട്ടിയില്ലായിരുന്നു. അങ്ങനെ നമ്മളല്ലാതെ തന്നെ ഊതി പെരുപ്പിച്ച് അതെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മളൊരു മേശയിൽ നമ്മൾ യദുമോനെ അവിടെ ഇരുത്തി കേട്ടോ. അപ്പം അവൻ നല്ലോണം തന്നെ എൻജോയ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ അവൻ ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള സംഭവമൊന്നും അവൻ അറിയത്തില്ലല്ലോ. അങ്ങനെ ഏകദേശം എല്ലാവരും വീടിനടുത്തുള്ളവരും അമ്മയും നാത്തൂമാരും എല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങനെ യദുമോൻ അഭിമോൻ പോയി അളിയൻ്റെ തലയിലൊക്കെ പിടിച്ച് അവരെന്ത് വഴക്കൊക്കെ ആയി. അങ്ങനെ ഒരു സോൾവ് ആയി. അങ്ങനെ അടുത്തുള്ള എല്ലാവരും വന്ന് അങ്ങനെ നമ്മൾ ഡെക്കറേറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ യദുമോന് ഉടുപ്പൊക്കെ ഇട്ടു കേട്ടോ. ഈ ഒരു ഉടുപ്പ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അവൻ അത് നിൽക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ഭയങ്കര നിർബന്ധമായിരുന്നു. പിന്നെ നമ്മൾ ബലൂണൊക്കെ വാങ്ങിച്ചിട്ട് ബലൂൺ ഇങ്ങനെ തലയിൽ വെച്ച് കൊടുക്കാമെന്നൊക്കെ വിചാരിക്കുമ്പോഴൊക്കെ അവനത് പറ്റുന്നേ ഇല്ല. അവൻ വെക്കുന്നില്ല. ഭയങ്കര നിർബന്ധമായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ അവന് എല്ലാവരെയും കണ്ടപ്പോൾ ഒരു ഇവിടെ എന്താണ് നടക്കുന്നതെന്നുള്ള സംഭവം അവന് അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ ഭയങ്കര നിർബന്ധവും കാര്യങ്ങളായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു കേക്കാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത്. തട്ടായിട്ടുള്ള കേക്കായിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ് കേട്ടോ ഇത് അവർ കേക്ക് നമുക്ക് ചെയ്തു തന്നത്. ആനിമൽസിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു കേക്കാണ്. അതിനിടയ്ക്ക് തന്നെ യദുമോൻ നല്ല രീതിയിൽ കരയുന്നുണ്ട്. എന്താ വെച്ചാൽ അവന് ഉറക്കവും വരുന്നുണ്ട്. പക്ഷേ ഈ ആൾക്കാരെല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവന് പേടിയാവുന്നുണ്ട്. അവൻ എന്താണ് സംഭവം എന്ന് അറിയത്തില്ലല്ലോ. പിന്നെ ഒരിച്ചിരി മാത്രമേ അവൻ കട്ട് ചെയ്തുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ചേട്ടനാണ് കട്ട് ചെയ്തത്. ചേട്ടൻ കട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുറച്ച് യദുമോൻ്റെ വായിലത് വെച്ച് കൊടുത്ത്. ഈ ഒരു കേക്ക് കട്ട് ചെയ്യാൻ കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയിട്ടിരുന്നത് അബിക്കുട്ടനാണ്. അവനറിയാം ഇതൊരു ബർത്ത്ഡേ ഫംഗ്ഷനാണ്, കേക്ക് കട്ട് ചെയ്യാൻ എന്നുള്ള കാര്യം. അതുകൊണ്ട് അവൻ എപ്പോഴും ചോദിച്ചിരിക്കുകയായിരുന്നു എപ്പോഴാണ് കേക്ക് വരുന്നത്, എപ്പോഴാണ് കേക്ക് കട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അല്ല യദുക്കുട്ടൻ ഭയങ്കര നിർബന്ധമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവൻ ഉറക്കമായിരുന്നു. അവനെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടാണ് ഈ ഒരു കേക്ക് കട്ട് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഇങ്ങനെ എന്താ പറയുക ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആക്കണം എന്ന് വിചാരിച്ചത്. പക്ഷെ അത് വന്നില്ല. പിന്നെ അതിനുശേഷം അവരത് കുത്തി പൊട്ടിച്ച് ഇങ്ങനെ എല്ലാവരും പുറത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. നമ്മൾ ബിരിയാണിയാണ് കേട്ടോ വെച്ചത്. നമ്മൾ വെച്ചതല്ല, നമ്മൾ പുറത്തുനിന്ന് ഓർഡർ കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പോയി യദുമോന് ആ ഒരു വേഷമൊക്കെ മാറിയതിന് ശേഷം വീട്ടിലിരുന്ന സാധാ നോർമലായിട്ടുള്ള ഒരു ഡ്രസ്സ് ഞാൻ ഇട്ട് കൊടുത്ത്. അതിട്ട് കൊടുത്തപ്പോഴത്തേക്ക് അവന് ഒരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. നന്നായിട്ട് ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവൻ ഭയങ്കര നിർബന്ധവും കരച്ചിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവൻ ഒന്നും കൂടെ ഹാപ്പി ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ചിരിയും കളിയൊക്കെ ആയിരുന്നു. അങ്ങനെ വന്ന് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ എല്ലാവരും പോയത്. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് വീഡിയോസ് എനിക്ക് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ
വീഡിയോസും ഞാൻ കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചെങ്കിൽ തന്നെയും ഒരുപാട് വീഡിയോസ് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു. മെയിനായിട്ടുള്ള കാര്യം കുഞ്ഞ് ആരെ കയ്യിലും പോകുന്നില്ലായിരുന്നു. ഈ ഒരു ബഹളവും അലപ്പും ഒക്കെ കണ്ടപ്പോൾ ആകെ പേടിച്ച് വരണ്ട് കരയുമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഒട്ടുമിക്ക വീഡിയോസും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.